السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المصطفى وعلى آله وأصحابه أجمعين أما بعد. ഏറ്റവും സ്നേഹാദർവുകൾ കൊണ്ട് നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരാഴ്ച മുമ്പായിട്ട് മക്കയിൽ നടന്ന ദുരന്തം എല്ലാവരെയും വേദനിപ്പിച്ച ഒന്നാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം, ആ ഷഹീദായവരോടൊപ്പം സ്വർഗത്തിൽ നമ്മെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് നല്ല ശിഫ കൊടുത്ത് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ തുടർന്നും ജീവിതം നയിക്കാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനും അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മുടെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാബുൽ ഇസ്തിആദത്തി, അഥവാ പിശാചിനെ തൊട്ട് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കൽ, അഭയം ചോദിക്കൽ എന്നതാണ്. എന്നാൽ എന്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ അസ്തജീറു ബിജാനിബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് അല്ലാഹുവിന്റെ അരികിലേക്ക് ഞാൻ അഭയം ചോദിക്കുന്നു, അല്ലാഹുവിനോട് ഞാൻ അഭയം പ്രാപിക്കുകയാണ് പിശാചിനെ തൊട്ട് എന്നതാണ് അതിന്റെ അർത്ഥം. എന്നാൽ എന്തൊക്കെ കാര്യങ്ങളെ തൊട്ട്, പിശാചിന്റെ ഏതൊക്കെയുള്ള ഷർറിനെ തൊട്ടാണ് അഭയം ചോദിക്കുന്നത് എന്ന ഒരു കാര്യവും കൂടി, എന്നൊരു വിഷയം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പിശാചിന്റെ എന്തൊക്കെ ഷർറിനെ തൊട്ടാണ് എന്റെ ദീനിൽ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കേണ്ടത്? എന്തൊക്കെയാണ് ഉദ്ദേശം? എന്റെ ദീനിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന പിശാചിന്റെ ഷർറ് എന്റെ ദീനിലും എന്റെ ദുനിയാവിലും എന്നോട് റബ്ബ് തആല കൽപ്പിച്ച, എന്നോട് റബ്ബ് തആല നിർബന്ധമായും കൽപ്പിച്ച കാര്യങ്ങളെ തൊട്ട് ഞാനത് ചെയ്യുമ്പോൾ അത് ചെയ്യണ്ട എന്ന് പറയുന്ന പിശാചിന്റെ ഷർറിനെ തൊട്ടും എന്ന് മാത്രമല്ല, എന്നോട് റബ്ബ് തആല നിരോധിക്കണമെന്ന് കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് അത് ഞാൻ നിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് എന്നെ തടയുന്ന പിശാചിന്റെ ഷർറിനെ തൊട്ടും റബ്ബിനോട് നാം കാവലിനെ ചോദിക്കേണ്ടതാണ്. അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയൽ കൊണ്ടുള്ള ഉദ്ദേശം അവിടെ അതാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കലാണ് അതിന്റെ ഉദ്ദേശം, അഭയം ചോദിക്കലാണ് ഉദ്ദേശം. എന്നാൽ ശൈത്വാൻ എന്ന് പറഞ്ഞാൽ ആ പദം അറബി ഫിൽ ലുഗത്തിൽ അറബിയ, അറബി ഭാഷയിൽ അത് എതിൽ നിന്ന് പിടിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. ശൈത്വാൻ മുസ്തഖും മിൻ ഷത്വൻ എന്ന പദത്തിൽ നിന്നാണ്, ഷത്വൻ എന്ന ഇസ്മിൽ നിന്നാണ് അതിനെ പിടിച്ചത്. ഷത്വൻ എന്ന് പറഞ്ഞാൽ ബഅദ്, വിദൂരത്താവൽ, അഥവാ ബഈദും ബിതബ്ഇഹി മിൻ തിബാഇൽ ബശർ, മനുഷ്യന്റെ പ്രകൃതിയിൽ നിന്നൊക്കെ വിദൂരത്തായവനാണവൻ. ബഈദും മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് വിദൂരത്തായവനാണവൻ പിശാച്. വബഈദും മിനൽ ഖൈരി കുല്ലഹു, എല്ലാ ഖൈറിൽ നിന്നും, എല്ലാ നന്മ ഉടയ കാര്യത്തിൽ നിന്നും വിദൂരത്തായവനാണ് പിശാച്. അതാണ് അതിന്റെ അർത്ഥം. ഷത്വൻ എന്ന് പറഞ്ഞ ബഈദ്, അതിന്റെ അർത്ഥം അങ്ങനെയാണ് ശൈത്വാൻ. എന്നാലോ മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ശൈത്വാൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരാലും ചില ശൈത്താന്മാർ ഉണ്ടാകും, അതും കൂടി മനസ്സിലാക്കണം. ജിന്നിൽ നിന്നുള്ള ശൈത്താനാണ്, ജിന്ന് വർഗത്തിൽപ്പെട്ട ശൈത്താനാണ് ഇബ്ലീസും അവന്റെ കൂട്ടാളികളും. എന്നാൽ മനുഷ്യരിലും ശൈത്താന്മാരുണ്ടാകും, മനുഷ്യരിലും ഉണ്ടാകും. അതെപ്പോഴാണ്, മനുഷ്യരിൽ എപ്പോഴാണ് ശൈത്താന്മാർ ഉണ്ടാകുന്നത്? അത് പറയാം. അതിന് മുമ്പ് അള്ളാഹു പറയുന്നത് കാണുക ഖുർആനിൽ.
അല്ലാഹു എന്താണ് അതിനെക്കുറിച്ച് നോക്കണം. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن. അതിന്റെ വാക്കാണ്. പ്രകാരം തന്നെ നാം മനുഷ്യരാലും ജിന്നുകളാലുമുള്ള പിശാചുക്കൾ നാം ഓരോ പ്രവാചകന്മാർക്കും പ്രതിയോഗികളായി കൊടുത്തിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാർക്കും ശത്രുക്കളായിട്ട് ജിന്നാലും മനുഷ്യരാലുള്ള പിശാചുക്കളെ നാം ഇറക്കി കൊടുത്തിട്ടുണ്ട്. യൂഹീ ബഅ്ളുഹും അലാ ബഅ്ളിൻ സുഖ്റഫൽ ഖൗലി ഗുറൂറാ. എന്താണ് അവരുടെ ജോലി എന്തെന്നറിയോ? ആ പിശാചുക്കളുടെ മനുഷ്യ പിശാചിന്റെയും ജിന്നി പിശാചിന്റെയും ജോലി എന്താണ്? അവർ ഭംഗിയുള്ള വാക്കുകൾ പറഞ്ഞിട്ട്, വഞ്ചനയാൽ കലർന്ന വാക്കുകൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ ദുർബോധനം നടത്തും. മറ്റുള്ളവരെ വഴിപിഴപ്പിക്കലാണ് അവരുടെ ജോലി. അപ്പോൾ ഇവിടെ അള്ളാഹു പറഞ്ഞത് മനുഷ്യരാലും പിശാചുക്കളുണ്ട്. ഇനി നോക്കണം, മറ്റൊരു ഹദീസിലൂടെ നിങ്ങൾ കാണാം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നു, മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, യാ അബൂ ദർ തങ്ങളെ, തഅവ്വുദു ബില്ലാഹ് മിൻ ശയാത്തീനിൽ ഇൻസി വൽ ജിന്ന്. അബൂ ദർ തങ്ങളെ, നിങ്ങൾ മനുഷ്യ പിശാചിൽ നിന്നും മനുഷ്യരാലും ജിന്നുകളാലുമുള്ള പിശാചുകളെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണേ. തഅവ്വുദു ബില്ലാഹ്, 2 തരം പിശാചുകളെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണേ. അപ്പോ ഫഖുൽതു, അദ്ദേഹം പറയുന്നു, ഞാൻ ചോദിച്ചു നബിയോട്, അല്ല നബി, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ജിന്നുകളാൽ പിശാചുക്കളുണ്ട്, ശരിയാണ്, ഞങ്ങൾക്കറിയാം. അവലിൽ ഇൻസി ശയാത്തീൻ, നബിയേ, മനുഷ്യരിലും പിശാചുക്കളുണ്ടോ? മനുഷ്യന്മാർക്കിടയിലും പിശാചുക്കളുണ്ടോ? നഅം 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 യാ അബൂ ദർ, അതേ അബൂ ദർറേ, മനുഷ്യരിലും പിശാചുക്കളുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കണം, മനുഷ്യന്മാർ എപ്പോഴാണ് പിശാചുക്കളാകുന്നത് അത് മനസ്സിലാക്കണം. അനുസരണം കെട്ടവരാകുമ്പോൾ, അള്ളാഹുവിനെ വഴിപ്പെടാത്തവർ, ധിക്കാരികൾ, കലാപമുണ്ടാക്കുന്നവർ, അഹങ്കാരം ഉണ്ടാകുമ്പോൾ മനുഷ്യർ പിശാചുക്കളാകുന്നു. പിന്നെ അവന്റെ സ്വഭാവം പിശാചിന്റെ സ്വഭാവമാണ്. അതാണ് ഇവിടെ ഖുർആനിന്റെ ആയത്തിലും ഹദീസിലും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്നാൽ റജീം എന്ന് പറഞ്ഞാൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഈ റജീമിന്റെ അർത്ഥം എന്താ? റജീം എന്ന് പറഞ്ഞാൽ മർജൂമുൻ മത്റൂദുൻ അനിൽ ഖൈരി കുല്ലഹു, എല്ലാ നന്മയിൽ നിന്നും പുറത്താക്കപ്പെട്ടവൻ, ഒരു നന്മയും ചെയ്യാത്തവൻ, അതാണ് റജീം എന്ന് പറഞ്ഞാൽ. ഇൻഷാ അല്ലാഹ് ഇനിയും ചർച്ചകൾ മുന്നോട്ട് പോകാം. അല്ലാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.